കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാട്ടുപന്നിനെ വേട്ടയാടുന്നതാണ് കാണിക്കുന്നത്. അവനതിനെ വേട്ടയാടി പിടിക്കുന്നുമുണ്ട് ഒരു പ്രത്യേക ട്രാപ്പ് വെച്ച്. ഈ സമയം തന്നെ കാട്ടിലൊരു അനക്കം കേട്ട് വേറെ ട്രൈബിലുള്ള ആൾക്കാർ സാധാരണ അങ്ങനെ വരാത്തതാണ്. അതായത് ഒരു ട്രൈബിലുള്ളവർ ഒരു സ്ഥലത്തേ ഉള്ളൂ ഹണ്ട് ചെയ്യാൻ പോലുള്ളൂ, വേറെ സ്ഥലത്തോട്ട് അങ്ങനെ വരാത്തതാണ്. അതായത് ആ ട്രൈബുകാർ അവരുടെ സ്ഥലം വിട്ടേച്ച് വേറെ സ്ഥലത്തോട്ട് പലായനം ചെയ്യുവാണ്. ഇത് സാധാരണ സംഭവിക്കുന്നതല്ല. ഹീറോയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഹീറോ അത് തന്നെ ആലോചിച്ചുകൊണ്ടാണ് രാത്രിയിലും ഇരിക്കുന്നത്. അടുത്ത സീനിൽ കാണുന്ന ഹീറോ നേരത്തെ ആ കാട്ടിക്കൂടെ പോയ പുള്ളിയില്ലേ, പുള്ളിയുടെ വയറ് കീറി ഹാർട്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് ഹീറോ കണ്ണു തുറക്കണം, അത് സ്വപ്നമായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വേറെ ട്രൈബിലുള്ളവരെയാണ്. അവരിങ്ങനെ സ്ഥലം മുഴുവൻ വട്ടം വളഞ്ഞേക്കുവാണ്. ഈ ഫസ്റ്റ് ഇരിക്കുന്ന പുള്ളിയാണ് ടീം ലീഡർ. പുള്ളിയാണ് ഇവരെ എങ്ങനെയൊക്കെ ആക്രമിക്കണമെന്നൊക്കെ പറയുന്നത്. ഹീറോ രാവിലെ എണീക്കുമ്പോൾ ഗ്രാമം മുഴുവൻ ആക്രമിക്കുന്നതാണ് കാണുന്നത്. ഹീറോ തൻ്റെ ഭാര്യേനെ മകനെ ഒരു കുഴിക്കകത്തോണ്ട് ഒളിപ്പിക്കുകയാണ്. കാരണം അമ്മമാരെ കിട്ടിയാൽ അറിയാലോ, അമ്മമാരെ അടിച്ച് കൊല്ലുകയോ പ്രായമുള്ളവരോ കുട്ടികളോ ഒന്നും നോക്കാതെ. ഹീറോയുടെ മുമ്പേ തന്നെ ഹീറോയുടെ അച്ഛൻ്റെ കഴുത്തറുത്ത ഒരു കൊല്ലുവാണ്. പിടിച്ച് ബന്ദികളാക്കി ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരു കുട്ടികളെ മാത്രം വെറുതെ വിട്ട് ബാക്കി അവരുടെ ഗ്രാമവും വീടും എല്ലാം അവർ കത്തിക്കുന്നുണ്ട്. ഭയങ്കര ക്രൂരതയാണ് അവന്മാർ ചെയ്യുന്നത്. കാരണം അച്ഛനും അമ്മേനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് കുട്ടികളെ അവരെ ഒറ്റയ്ക്ക് വിടുന്നു. കുട്ടികളെ കൊണ്ട് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അമ്മമാർക്കറിയാം. അതാ അമ്മമാർ വെറുതെ വിടുന്നത്. കുട്ടികൾ അച്ഛനും അമ്മയുടെ പുറകെ കുറേ ഓടുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ നിസ്സഹാസം നമുക്കറിയാം. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ കമ്പെ കെട്ടി വലിച്ചുകൊണ്ട് പോകല്ലേ. ഒരു പരിധി വരെ ഉള്ളൂ അവർക്ക് ഓടാൻ പറ്റത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞ് ഒരു വലിയ പുഴയാണ്, അവർക്കത് കടക്കാൻ പറ്റത്തില്ല. അച്ഛനും അമ്മേനെയും കൊണ്ടുപോകുന്ന നോക്കി അവർ നോക്കി നിന്ന് കരയുന്നുണ്ട്. ഭയങ്കര ഒരു സീൻ നമുക്ക് കാണുമ്പോൾ തന്നെ ഇറക്കി കുട്ടിയുടെ കാലിൽ മുറിവുണ്ട്. അതൊരു ഉറുമ്പിനെ കൊണ്ട് കടുപ്പിച്ച് അതിന്റെ തലയോടെ പിടിച്ചു വെച്ച് ഒരു സ്റ്റിച്ച് പോലെ ആക്കുന്നത്. എന്തൊക്കെയല്ലേ. അതേസമയം അടുത്ത സീനിൽ കാണിക്കുന്ന അവരെ കൊത്തിക്കൊണ്ടുപോയി ഒരു പാറയുടെ സൈഡിൽ കൂടെ ഇപ്പോൾ പോകുന്നത്. ഒരാൾ ക്ഷീണിച്ച് സൈഡിലേക്ക് വീഴുന്നത്. ഉടനെ പിടിച്ച് കയറ്റിയില്ലെങ്കിൽ അവരെല്ലാം താഴെ വീണ് മരിക്കും. നമ്മൾ ഓർക്കും പിടിച്ചുകൊണ്ട് പോകുന്നവർ അവരെ പിടിച്ച് കയറ്റുന്നു. എന്നാൽ അങ്ങനെയല്ല. നടക്കാൻ ആരോഗ്യമില്ല, അങ്ങ് ഒന്ന് കളയുക ചുമ്മാ കൂളായിട്ട്. അങ്ങനെ നടന്ന് കുറേ സ്ഥലം ചെല്ലുമ്പോൾ നമുക്കറിയാം ഇവന്മാർ ഇവരുടെ സ്ഥലം മാത്രമല്ല അങ്ങനെ കുറേ സ്ഥലം നശിപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവസാനം അവരുടെ സ്ഥലത്തെത്തും. അവിടെ കുറേ ആളുകളെ കൊണ്ട് പണിയെടുക്കുന്നതാണ്. ഇവരെ പോലെ തന്നെ പിടിച്ചുകൊണ്ട് വന്നവരായിരിക്കും അവർ കൂടുതലും. ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് അവിടെയുള്ളവർ ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. ഇവർ കുറേ അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു. കാരണം ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ പണിയുന്നുണ്ട്. പെട്ടെന്ന് എവിടുന്നോ കുറേ പേര് ഒരു നീല പെയിന്റ് പോലത്തെ സാധനം ഇവരുടെ ദേഹത്ത് ഇങ്ങനെ പെരട്ടുന്നുണ്ട്. എന്തിനാണെന്നറിയത്തില്ല, ഇവരുടെ ദേഹത്ത് ഇങ്ങനെ പെട്ടുന്നു. അതേസമയം ഇവരുടെ കൂടെ വന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന സ്ത്രീകളെ അവർ ലേലത്തിന് വയ്ക്കുന്നു. അതായത് സാധനങ്ങൾ, ഒരു മൃഗങ്ങളും സാധനങ്ങളൊക്കെ ലേലത്തിന് വയ്ക്കുന്നവർ. അത്രയ്ക്ക് വിലയുള്ള ഇവർ കൊടുക്കുന്നുള്ളൂ. അത് തന്നെ അവർ നടന്നു പോകുന്ന മതിലിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ പന്തികളുണ്ടെന്ന്. അങ്ങനെ അവരൊരു വലിയ കെട്ടിടത്തിന് മുന്നിലെത്തി. സംഭവം അത് തന്നെ, നരബലി. അവിടെയുള്ള ആളുകൾ എന്തോ ഒരു ഉത്സവം പോലെ ഇത് കാണുന്നത്. അതായത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നേരത്തെ കുറേ പേരെ ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അവരുടെ തലയാണ് അവിടെ കാണുന്നത്. നായകനെയൊക്കെ വലിച്ചുകൊണ്ട് ആ പിരമിഡ് പോലത്തെ കെട്ടിടത്തിന് മുകളിലേക്കാണ് കൊണ്ടുവന്നത്. അതിൽ ആദ്യം നിൽക്കുന്ന ഒരുത്തനെ അവിടെ കടത്തി വയറ് കീറി കൊല്ലുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ ആളെയും കൊല്ലുന്നു. എന്നിട്ട് അവരുടെ ശരീരം മുകളിൽ നിന്ന് താഴോട്ട് ഉരുട്ടി വിടുക വലിയ എന്തോ കാര്യം പോലെ. നായകനെ കൊല്ലാൻ പോകുമ്പോൾ അവിടെ സൂര്യകിരണം വരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നു അവരുടെ ദൈവം വന്ന് പ്രത്യക്ഷനായി തൃപ്തനായി ബലി കൊണ്ട് എന്നാണ്. ഓൾറെഡി കുറേ പേരെ കൊന്നെന്ന്. ഇനി ബാക്കിയുള്ളവരെ വെറുതെ വിടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ബാക്കിയുള്ളവരെ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഓടാൻ പറയും. എന്നിട്ട് അവരെ അമ്പെയ്ത് വീഴ്ത്തും. ആദ്യത്തെ രണ്ടുപേരെ അങ്ങനെ കൊന്നു. അടുത്തതാണ് നായകനും വേറെത്തനും. ഇവരുടെ ദേഹത്ത് മാക്സിമം ഇവർ അമ്പ് കയറാതെ ഇവർ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഓടുന്നുണ്ട്. എന്നാൽ അവസാനം നായകൻ്റെ ദേഹത്തും കയറുന്നുണ്ട്. മരിക്കാറായവരെ തീർക്കാൻ വേണ്ടി അവിടെ ഒരുത്തനെ നിർത്തിയിട്ടുണ്ട്. അതായത് ടീം ലീഡറിൻ്റെ മകനാണ് അവിടെ നിൽക്കുന്നത്. നായകനെ തീർക്കാൻ വേണ്ടി എടുത്തോട്ട് വരുമ്പോൾ നായകൻ വയറ് കയറി അമ്പിൻ്റെ അത് ഊരി നേരെ കഴുത്തി കുത്തി അവനെ അങ്ങ് കൊല്ലുവാണ്. ഇത് കണ്ടുകൊണ്ട് ടീം ലീഡർ അവിടെ നിൽക്കുന്നുണ്ട്. സ്വന്തം മകനോടെ ചോര ഒഴിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ പുള്ളിക്ക് നൊന്ത്. നായകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചോളപ്പാടത്തിലൂടെ ഓടുന്നു. ഒത്തിരി സ്പീഡ് ഓടാൻ കഴിയുന്നില്ല, എന്നാലും കഴിയാവുന്ന വിധം ഓടുന്നുണ്ട്. ഇത് കണ്ട് അങ്ങേര് വെറി പിടിച്ച് പുറകെ വരുന്നുണ്ട് ഇവൻ തീർക്കാൻ. ഓടി ഓടി ചോളപ്പാടം കഴിയുമ്പോൾ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലം. അതായത് ഇങ്ങനെ കൊന്നിട്ട് അവിടെ കൊണ്ട് ശരീരം ഇടുന്നു തോന്നുന്നു. അവസാനം ഓടി കാടിൻ്റെ അടുത്തെത്തി. തിരിഞ്ഞു നോക്കാതുള്ള ഓട്ടം. നായകനെ കൊണ്ട് പറ്റാവുന്ന ഇത് ഓടുന്നുണ്ട്. ഓടി ഓടി ക്ഷീണിച്ച് ഒരു മരത്തിന് മുകളിൽ കയറി ചോര ഇങ്ങനെ ഒത്തിരി വരുന്നുണ്ട്. അവന്മാർ അടിയിൽ കൂടെ പോകുന്നുണ്ട്. നായകനെ കണ്ടിട്ടില്ലേ. അപ്പോഴത്തേക്കും അവന്മാരെ താഴെ കൂടെ പാസ് ചെയ്ത് അവസാനം ഒരുത്തൻ പോകുന്നുണ്ട്. അവൻ്റെ പുറത്തേക്ക് ഒരു ചെറിയ നായകൻ്റെ ചോര വീഴുന്നുണ്ട്. അത് നേരെ ഒരുത്തൻ്റെ പുറത്താണ് വീഴുന്നത്. അവർ പോയെന്നോർത്ത് ആശ്വസിച്ചിരിക്കുമ്പോൾ ദേ കരിമ്പുലി കയറി വരുന്നത്. അതേസമയം അവന്മാർ നായകൻ മരത്തിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുത്തന്നെ പുറത്ത് ചോര ഇരിക്കുന്ന കണ്ടവന്മാർ. അവന്മാർ തിരിച്ച് നായകനെ തപ്പി തിരിച്ചു വരുന്നുണ്ട്. അതേസമയം നായകൻ കരിമ്പുലിൽ നിന്ന് ഓടുക രക്ഷപ്പെട്ട്. നായകൻ ഓടി വരുന്നത് കണ്ട് നായകനെ പിടിക്കാൻ വേണ്ടി ഒരുത്തൻ നേരെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നുണ്ട്. കരിമ്പുലിനെ കണ്ടില്ല, അവനെ സ്പോട്ട് വെച്ച് തീർക്കുന്നുണ്ട്. ഓടി ഓടി ഇപ്പോൾ രാത്രിയായിട്ടാണ്. അവന്മാർ പുറകെ ഉണ്ടോ നായകൻ ഇങ്ങനെ നോക്കുമ്പോൾ ദേ പന്തം കത്തിച്ച് വരുന്നു. നായകനെ കൊല്ലാതെ അവന്മാർ തിരിച്ചു പോകത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പകലായി. അവന്മാർ നായകൻ ഇപ്പോഴും ഓടിക്കുന്നുണ്ട് പുറകെ, വിടാതെ പുറകെ പോവുക. ആ സമയത്ത് ഒരുത്തനെ പാമ്പ് പിടിച്ച് തീരുന്നുണ്ട്. ഒരുത്തൻ നായകനെ കണ്ടത് അമ്മമാർ നേരെ പുറകെ. നായകൻ ഓടി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അമ്മമാരെ കൊണ്ട് ചാന്തലും നല്ല ചാടുന്നതെന്ന് ഓർത്ത് നായകൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് എടുത്ത് ഒറ്റ ചാട്ടം. നായകൻ മരിച്ചെന്ന് ഓർക്കുന്നത്. കാരണം ഇത്ര പൊക്കത്തിൽ നിർത്തി ചാടിയതല്ലേ. പെട്ടെന്ന് നായകൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഇത് അമ്മമാർ കാണുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. നായകൻ കഷ്ടപ്പെട്ട് നീന്തി അവിടെ കരയിൽ കയറി നിന്നിട്ട് ഒരു ഡയലോഗ് കൂടി പറയുന്നുണ്ട്. നീയൊക്കെ എൻ്റെ അച്ഛനെ കൊന്ന് ഇതെൻ്റെ കാടടാ വാടാന്ന് ഡയലോഗ്. ഇത് കണ്ടിട്ട് അമ്മമാർക്ക് സഹിക്കുന്നില്ല. അമ്മമാരെടുത്ത് ചാടുന്നുണ്ട്. ചാടുന്ന വഴിക്ക് രണ്ടമ്മമാർ തീരുന്നുണ്ട്. അവന്മാർ വരുന്ന കണ്ടിട്ട് നായകൻ നേരെ കാട്ടിലോട്ട് ഓടി കയറുന്നുണ്ട്. കാട്ടിലോട്ട് ഓടി കയറുന്ന വഴിക്ക് നേരെ ചതുപ്പിനകത്തോട്ട് വരുന്നു. പിന്നെ അവിടുന്ന് കഷ്ടപ്പെട്ട് പിടിച്ച് കയറി
ദേഹം മുഴുവൻ ചെളി പുരണ്ട നിൽക്കുന്നത്. അവന്മാർ ഓടി പറന്ന് വരുമ്പോൾ നായകനോട് നിപ്പുണ്ട്, എന്തോ ഇലയെ പൊതിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവരെന്നാന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുളവിക്കൂടായിരുന്നു. അവന്മാരെടുത്ത് ഒറ്റ ഏറന്മാരുടെ ദേഹത്തോട്ട് അവരെ പൊതിയുന്നുണ്ട് അതിട്ട്. ഇതേസമയം അവിടെ നിന്ന് കെട്ടിയത് ഭാര്യനെ മനെ കാണിക്കുന്നത്. അവർ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. നായകൻ അതേസമയം ഒരു വിഷത്തവളെ പിടിച്ചിട്ട് അതിനെ കമ്പയപ്പെട്ട് മറ്റേ ഊതും സാധനം ഇല്ലേ, അത് നേരെ ഒരുത്തിന് വിടുന്നുണ്ട്. അങ്ങനെ ഒരുത്തിന് തീർക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവന്മാർ അവിടെ ഓടി എത്തുന്നുണ്ട്. നല്ല മഴയും തുടങ്ങി. അതായത് നായകൻ്റെ ഭാര്യയും അതിനുള്ള കുഴി അവിടെ വെള്ളം നിറയാൻ തുടങ്ങി. അത് ഉടനെ നായകനോട് എത്തിയില്ലെങ്കിൽ അവർ മരിക്കും. അപ്പോഴത്തേക്കും ഒരുത്തൻ അമ്പ് ചെയ്യുന്നുണ്ട് നായകന് നേരെ ചങ്കെടുത്തേക്ക്. ഒത്തിരി ആഴത്തിലല്ല ഇറങ്ങുന്നത്, പക്ഷെ നായകൻ അത് ഊരി അവിടെ അനങ്ങാൻ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും ആ ലീഡർ ഓടി ഇങ്ങനെ വരുന്നുണ്ട്. കാരണം നായകനറിയാം അവിടെ ട്രാപ്പ് ഉണ്ടായിരുന്നു. നേരെ അങ്ങേര് വടിയാവും അപ്പോൾ തന്നെ. അതേസമയം നായകൻ്റെ ഭാര്യ വെള്ളത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാണ്. നായകൻ വരുമ്പോൾ 2 കുഞ്ഞുങ്ങളായിട്ട് ഭാര്യ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാറായ പോലെ നിൽക്കുകയാണ് നേരെ കാണിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുകയാണ് ഇവർ കാട് വിട്ടുപോവാണ് ആ കൊച്ചായിട്ട്. നേരെ നായകൻ നോക്കുമ്പോൾ ഒരു കപ്പലെ കുറേ പേര് വരുന്നുണ്ട്. ആ സീൻ കാണിച്ചാണ് ഈ സിനിമ തീരുന്നത്.